വെൽക്കം ടു ലേണിനു. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് ഓപ്പറേറ്റേഴ്സ് ഇൻ സി എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ഓക്കെ, എന്താണ് ഒരു ഓപ്പറേറ്റർ? ഇറ്റ് ഈസ് എ സിമ്പിൾ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിമ്പിൾ ദാറ്റ് ടെൽസ് ദി കമ്പൈലർ ഓർ ദി കമ്പ്യൂട്ടർ വിച്ച് ഓപ്പറേഷൻ ഇറ്റ് ഹാസ് ടു പെർഫോം ഓൺ ദി ഡാറ്റ. നമ്മൾ കൊടുക്കുന്ന ഡാറ്റയിൽ എന്ത് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സിമ്പിളാണ് എന്ത് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇറ്റ് ഈസ് എ സിമ്പിൾ ദാറ്റ് tells the compiler or the computer which operation has to perform on the data. നമ്മൾ കൊടുത്ത ഡാറ്റയിൽ എന്ത് ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ കമ്പൈലറിനോടോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനോടോ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സിമ്പിളിനെ പറയുന്ന പേരാണ് എന്ത് ഓപ്പറേറ്റർ. ഓക്കെ, ഈ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഈതർ എന്താവാം, ഒരു മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആവാം, അല്ലാന്നുണ്ടെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷൻ ആവാം. സി ആയതുകൊണ്ട് ഏത് ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ, ഈതർ മാത്തമാറ്റിക്കൽ ആവാം അല്ലെങ്കിൽ ലോജിക്കൽ ആവാം, ഏത് ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ ആണെന്നുള്ളത് നമ്മൾ പ്രീ ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. അതിനു വേണ്ടിയാണ് നമ്മൾ ഓരോ ഓപ്പറേറ്റേഴ്സിനെ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ നോക്കൂ. ഇൻറ്റ് എ ഈക്വൽ ടു 5+5. ഇവിടെ ഈ 5ഉം ഈ 5ഉം ഇത് രണ്ടുമാണ് എന്ത് ഓപ്പറൻസ്. അതുപോലെ ഈ 5നെ ഈ പ്ലസിനെ പറയുന്ന പേരാണ് ഓപ്പറേറ്റർ. ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? ഓപ്പറേറ്റർ സിമ്പിളാണ്, അപ്പോൾ പ്ലസ് ആണ് ഇവിടെ സിമ്പിൾ. ഈ 5ഉം ആ 5നും ആഡ് ചെയ്യണം എന്നുള്ളത് നമ്മൾ കമ്പൈലറിന് പറഞ്ഞു കൊടുക്കുകയാണ്. അതാണ് ഇൻറ്റ് എ ഈക്വൽ ടു 5+5. ഈ 5+5 എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഈ പറയുന്ന കമ്പൈലറിനോട് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ഇൻ സി. സിക്കകത്ത് എത്ര ടൈപ്പ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്? യൂണറി ഓപ്പറേറ്റേഴ്സ്, ബൈനറി ഓപ്പറേറ്റേഴ്സ് ആൻഡ് ടേർണറി ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, യൂണറി, ബൈനറി ആൻഡ് ടേർണറി 3 ടൈപ്പ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ആണ് സിയുടെ കൺസെപ്റ്റിന് ഉള്ളത്. ഓക്കെ, ഇനി യൂണറിയിൽ തന്നെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് യൂണറി മൈനസ്, നെക്സ്റ്റ് വൺ ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ നോട്ട് ഓപ്പറേറ്റേഴ്സ്, അഡ്രസ് ഓഫ് എന്ന് പറയുന്ന ഓപ്പറേറ്റേഴ്സ്, സൈസ് ഓഫ് ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, ഇനി യൂണറി മൈനസ് എന്തിനാണ്? ഓക്കെ, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ജസ്റ്റ് എന്താണെന്ന് പറഞ്ഞുതരാം. യൂണറി മൈനസ് എന്താണ് ഇപ്പം നമ്മൾ നോക്കാം. അപ്പം നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ കണ്ടു. ഇൻറ്റ് എ ഈക്വൽ ടു 5+5. ഓക്കെ, അപ്പം നമ്മൾ എ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, ബി എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, സി എന്ന് പറയുന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്തു വിചാരിക്കുക. ഓക്കെ, ഇൻറ്റ് എ ഈക്വൽ ടു ബി പ്ലസ് സി. ബിയുടെ വാല്യൂ 5 ആണ്, സിയുടെ വാല്യൂ 5 ആണ്. ഓക്കെ, അങ്ങനെയാണല്ലോ നമ്മൾ ഡിക്ലെയർ ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താ വേണ്ടത്? എങ്ങനെ നമ്മളപ്പോൾ ഇക്വേഷൻ കൊടുക്കുക? എ ഈക്വൽ ടു ബി പ്ലസ് സി പെർഫോം ചെയ്യണം അല്ലേ? എന്നിട്ട് ഈ ബി പ്ലസ് സിയുടെ റിസൾട്ടാണ് നമ്മൾ എയിലേക്ക് സ്റ്റോർ ചെയ്യണത് അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇക്വേഷൻ അവിടെ കൊടുക്കുക. ഈ മൈനസ്, യൂണറി മൈനസിൻ്റെ എന്താണ് ആൻസർ, എങ്ങനെ നമ്മൾ കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഈക്വൽ ടു ബി പ്ലസ് മൈനസ് സി എന്ന് ബ്രേക്കറ്റിൽ കൊടുക്കുക. അതാണ് യൂണറി മൈനസ്. അതായത് നമ്മൾ ഏത് നമ്പറാണോ കൊടുക്കുന്നത് ആ കൊടുക്കുന്ന വാല്യൂവിന് നമ്മൾ മൈനസ് ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂണറി മൈനസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ. എന്താണ് ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ്? അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ലോജിക്കൽ നോട്ട് എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഉണ്ട്, അതുപോലെ സൈസ് ഓഫ് അല്ലെങ്കിൽ അതുപോലെ അഡ്രസ് ഓഫ്, അങ്ങനെ 5 ടൈപ്പ് ഓഫ് യൂണറി ഓപ്പറേറ്റേഴ്സ് ആണുള്ളത്. ഈ ഓപ്പറേറ്റേഴ്സ് ഒക്കെ എന്താണ്, എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഇനി നെക്സ്റ്റ് വൺ ആണ് ബൈനറി ഓപ്പറേറ്റേഴ്സ്. ഫസ്റ്റ് വൺ ആണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. പ്ലസ്, മൈനസ്, സ്റ്റാർ മൾട്ടിപ്ലിക്കേഷന്, ഡിവിഷന്, പെർസെൻറ്റേജ്, ഇതൊക്കെ കാണാനുള്ളതാണ് നമ്മൾ അരിത്തമെറ്റിക് നമ്മൾ ചെയ്യുന്നത്. ഇനി റിലേഷണലിൽ വരുമ്പോൾ എന്താണ്? ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സിമ്പിളൊക്കെ യൂസ് ചെയ്ത് ചെയ്യുന്നതിന് നമ്മൾ റിലേഷണൽ ഓപ്പറേറ്റേഴ്സിന് യൂസ് ചെയ്യുന്നത്. ഇനി ലോജിക്കൽ വരുമ്പോൾ എന്താണ്? ആൻഡും ഓറും ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ ആംബർസാൻഡ് കാണിക്കുന്ന ആൻഡും മറ്റേത് ഓറിനും. ഇനി ബിറ്റ് വൈസ് ആണെന്നുണ്ടെങ്കിൽ നോക്കൂ, ബിറ്റ് വൈസ് ആൻഡ്, ബിറ്റ് വൈസ് ഓറ്, ലെഫ്റ്റ് ഷിഫ്റ്റ്, റൈറ്റ് ഷിഫ്റ്റ്, എക്സ് ഓറ്, അതുപോലെ നെഗോഷിയേറ്റ്. ഇനി ഇക്വാലിറ്റിയിൽ വരുന്നതാണ് ഈക്വൽ ടുയും അതുപോലെ നോട്ട് ഈക്വൽ ടു, പിന്നെ കോമ ഓപ്പറേറ്ററും ഉണ്ട്, അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സും ഉണ്ട്. ഇനി ടേർണറി ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, ഈ ടേർണറി ഓപ്പറേറ്റേഴ്സിനെ നമ്മൾ പറയുന്ന വേറൊരു പേരാണ് കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ് എന്നും പറയും. ഓക്കെ, ടേർണറിയുടെ വേറൊരു പേരാണ് കണ്ടീഷൻ ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് വന്നൊരു എക്സ്പ്രഷൻ ഇത് നോക്കൂ. ഈ എക്സ്പ്രഷൻ 1 ഇതൊരു കേസാണ് നമ്മളിവിടെ കൊടുക്കുക. ഇപ്പം നോക്കൂ എങ്ങനെയാണ്. എ ലെസ് ദാൻ ബി ആണെന്ന് വിചാരിക്കുക, അതാണ് നമ്മുടെ കേസ്. ഓക്കെ, എന്ത് ചെയ്യണം? എ ലെസ് ദാൻ ബി ട്രൂ ആണെന്നുണ്ടെങ്കിൽ എ പ്രിൻറ്റ് ചെയ്യണം. ഓക്കെ, എ ലെസ് ദാൻ ബി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 കിട്ടണം ആൻസർ, അല്ല എന്നുണ്ടെങ്കിൽ 3 പ്രിൻറ്റ് ചെയ്യണം. അതായത് എ ലെസ് ദാൻ ബി ആണോ നോക്കും. ഓക്കെ, ആണെന്നുണ്ടെങ്കിൽ എ പ്രിൻറ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ഈ എക്സ്പ്രഷനിൽ പോകും, വീണ്ടും ചെക്ക് ചെയ്യും
എ ലെസ് ദാൻ ബി ആണോ അല്ല എന്നാണെന്നുണ്ടെങ്കിൽ ബി പ്രിൻറ്റ് ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള നമ്മൾ പ്രോഗ്രാംസ് അടുത്തതിൽ നമുക്ക് കറക്റ്റായിട്ട് നോക്കാം എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതായത് ഇത് ജസ്റ്റ് എക്സ്പ്രഷൻ ആണ്, നമ്മളിപ്പോൾ കാണിച്ചത് സിൻടാക്സ് ആണ്. ഇങ്ങനെയാണ് ടെർണറി ഓപ്പറേഷൻ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ 3 ഓപ്പറേറ്റേഴ്സ് പഠിച്ചു, യൂണറി, ബൈനറി, അതുപോലെ ടേഴ്സറി. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, യൂണറി ഓപ്പറേഷൻ ആണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ആകെ ഒരു ഓപ്പറാൻഡേ ഉണ്ടാവുള്ളൂ. ഓക്കെ. അതുപോലെ ബൈനറി ആണെങ്കിൽ 2 ഓപ്പറേറ്റേഴ്സ് ഉണ്ടാവും, സോറി 2 ഓപ്പറാൻഡ്സ് ഉണ്ടാവും. അതുപോലെ ടേഴ്സറി ആണെന്നുണ്ടെങ്കിൽ 3 ഓപ്പറാൻഡ്സ് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. യൂണറി ആണെങ്കിൽ ഒരു ഓപ്പറാൻഡേ ഉണ്ടാവുള്ളൂ, ബൈനറി ആണെങ്കിൽ 2 എണ്ണം ഉണ്ടാവും, ടേഴ്സറി ആണെങ്കിൽ 3 എണ്ണം ഉണ്ടാവും. അതിന് വെച്ചിട്ടാണ് ഈ പേരുകൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. യൂണറി ആണെന്നുണ്ടെങ്കിൽ ഇൻറ്റ് എ പറഞ്ഞാൽ എ മാത്രമേ ഉണ്ടാവുള്ളൂ. ബൈനറി ആകുമ്പോൾ ഇൻറ്റ് എ ബി പറഞ്ഞാൽ എ, നമുക്കറിയാം എ പ്ലസ് ബി ആണ് അവിടെ ചെയ്യേണ്ടതുണ്ടെങ്കിൽ എയും ഉണ്ട് ബിയും ഉണ്ട്, അതിന് ബൈനറി പറയും. എയും ബിയും സിയും ആണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എക്സ്പ്രഷൻ്റെ കാര്യം പറയുമ്പോൾ അവിടെ 3 എണ്ണം വരുമല്ലോ. അങ്ങനെ ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ഇന്ന് ടെർഷറി ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, ഇതാണ് ഇന്നത്തെ ക്ലാസ്. ഇത് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.